3, 4, 5, 6, 7, 8, 10 ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയുമായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകാം. അപ്പോൾ നമ്മുടെ കാറൊക്കെ ഒന്ന് മൂടിയിട്ടിരിക്കുമല്ലേ, എല്ലാ ദിവസവും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് ഓടിച്ചേക്കാം. കൈ ഒന്ന് കഴുകി തുടച്ച് പോകാമെന്ന് ഓർത്താണ്. മൂടിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പൊടിയൊന്നുമില്ല, ഇനി ഓടിയിട്ട് വന്ന് കിടക്കുന്നല്ലേ, ചെറിയ പൊടിയും അതും ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പം 5-ാം തീയതി വരെ ഇവനിവിടെ സാധനമുള്ളൂ. 5-ാം തീയതി പെങ്ങളും വെളിയിനും കൂടെ വരും. അപ്പോഴത്തേനും ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതായിരിക്കും. അതുവരെ പിന്നെ നമ്മൾ നമ്മുടെ ഓട്ടോയിലോട്ട് പ്രയാണം ആരംഭിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വഴി എടുത്തേക്കാൻ നിർത്താം. ഓക്കെ ഇടാ ചാക്കുവേ, വണ്ടി എന്നാ കഴി കൊണ്ടുപോകാം കേട്ടോ. നീ നോക്കിയിരുന്നാണ് ഇവിടെ. 1-2 സ്ഥലത്ത് കയറാനുണ്ട്. ഇവീനെ അടുത്ത ദിവസം പോവും. അപ്പോൾ പിന്നെ അതുകൊണ്ട് 1-2 സ്ഥലത്ത് പോയിട്ട് വരാനുണ്ട്. അപ്പം നമ്മളുടെ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല, അവിടെ ചെന്നിട്ട് പറയാം. നമ്മളവിടെ ഒന്ന് വേണ്ടൊക്കെ വാരി തൂത്ത് മോന്ത തൂക്കുന്നുണ്ട്. പോകാൻ റെഡിയാകുന്നതിൻ്റെ ഭാഗമായിട്ട്. ഏതാ സൺസ്ക്രീമാണോ? ഇപ്പോൾ ഉള്ള പണ്ട് അമ്മച്ചിമാർ ഒരു ക്രീമും തൂക്കത്തില്ലായിരുന്നു. വെയിലത്ത് കിടന്ന് നല്ല മെനയായിട്ട് പണിതുകൊണ്ടിരുന്ന അമ്മച്ചിമാരൊക്കെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പഠിക്കാതിരിക്കുന്ന ഒരു സൺസ്ക്രീൻ തൂക്കണം പുറത്തിറങ്ങണമെങ്കിൽ. എന്താ കഥ! ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് എന്നാ വ്യത്യാസം. ചൂടൊക്കെ കണ്ടുകൊണ്ട് മാരകമായതൊക്കെ പണ്ടും ഉണ്ടായിരുന്നല്ലോ. വണ്ടി കഴി നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ചക്കപ്പെട്ടാ അമ്മ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉടുപ്പൊക്കെ ഇട്ട് സെറ്റപ്പായി നിൽക്കുകയാണ് അല്ലേ. ചോള് വേണോ? കിടന്നോട്ടെ. അമ്മയ്ക്ക് ഒരു മറ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പിടിച്ചോ ഞാൻ അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. മറ്റേ കൊന്ത അത് അവിടെ കാണുമായിരിക്കുന്നേ. കൂടിനകത്തെല്ലാം കാണും. അല്ല വേറെ കളയാൻ സാധ്യതയില്ലല്ലോ. കെട്ട് വീണു അല്ല, അത് കൊടുക്കാറ് നല്ല കൊന്തേ. ഇത് അമ്മയ്ക്ക് എത്ര മേടിച്ചോണ്ട് കൊടുത്താലും അമ്മ അത് എവിടെയെങ്കിലും കൊണ്ട കളയും, എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്ന, പിന്നെ മറന്നു പോകും. അത് ഇത് എൻ്റെ അതെല്ലാം കെട്ട് പിടിച്ചു പോയി. ഊരി എടുക്കണ ആരും പാടാ. എങ്ങനെ കെട്ടുവിട്? പെട്ടെന്ന് എല്ലാവരും റെഡി ആയിക്കപ്പാ, സമയം പോന്നു. സമയം കളയാനില്ല. ഇവിടെ വന്ന് പശുവിനെ കറക്കാനുള്ള. എന്നാ എന്നാ നമ്മളിങ്ങനെ ചുമ്മാ പരിക്കാത്തേക്ക് എപ്പോഴും ഇരിക്കുമല്ലേ. പുറത്തൊക്കെ ഇറങ്ങി ലോകമൊക്കെ ഒന്ന് കാണാൻ മേലേ. പുറത്തിറങ്ങി ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ മേലേ. പിന്നെ ആൾക്കാരൊന്നും നമ്മൾ ഈ വീട്ടിലുള്ളവരെ മാത്രമല്ലേ കാണുന്നുള്ളൂ. പുറത്തിറങ്ങി ഒന്നും കാണുന്നില്ലല്ലോ. വീടിന് പുറത്ത് പോകുന്നില്ലല്ലോ. അതെ, അമ്മേനെ തന്നെ ഇവിടെ എഴുതിയിട്ട് പോകാൻ പറ്റുമോ? ഓ എല്ലാവരും വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടിയിലല്ല പോകുന്നത്. വിനീന ഇത്തിരി ദൂരെ പോകുന്നുമില്ലല്ലോ. 5-4 കിലോമീറ്ററല്ലേ പോകുന്നുള്ളൂ. ഇത്തിരി അകലേക്കൊന്നും പോകണില്ലല്ലോ. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് അമ്മയായിട്ട് വെളിയിലോട്ടൊന്ന് പോവുകയാണ്. ഒരു ചെറിയ കാര്യമുണ്ട്, അത് അവിടെ ചെന്നിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും എന്നാ കാര്യം എന്നുള്ളത്. 2 സ്ഥലത്ത് കയറാനുണ്ട്. ഒരു സ്ഥലത്ത് നമുക്ക് മെയിനായിട്ട് കയറാനുള്ളത്. അപ്പം വിവീന് അടുത്ത ദിവസം പോകും. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പോയിട്ട് ഉടനെ തന്നെ തിരിച്ച് വരുന്നതായിരിക്കും. കാരണം പശുവിനെ കറക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ തിരിച്ച് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക. ഒപ്പം കമൻറ്റ് നൽകുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് ഞങ്ങളുടെ എനർജി.
അല്ലേ? അമ്മയെല്ലാം മുഖത്തോട്ട് നോക്കുക. നിങ്ങൾ പോയിട്ട് വരാന്ന് പറ. പോയിട്ട് വരാന്ന് പറ എലിക്കുട്ടി. ആരോട്? അവിടെ പറഞ്ഞാ മതി. അവരോടോ? ആ അത് അവർക്കറിയാമേ. ഇല്ല അവർക്ക് അറിയത്തില്ല, ഒന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പറ, പോയിട്ട് വരാന്ന് പറ. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം. തടസ്സമൊന്നുമില്ലാതെ പ്രാർത്ഥിച്ചോടെ ഞങ്ങൾക്ക് വേണ്ടി. വാ എലിക്കുട്ടി പോകാം. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ്. എല്ലാവരും സസൂക്ഷ്മം കാണുക. ഞാമേ ഇതിനകത്ത് വെക്ക്. എവിടെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? എവിടെ പോവാ? പള്ളി ആണോ? ഏത് പള്ളിയിലാ? മുത്തപ്പന്റെ പള്ളി ഇങ്ങോട്ടല്ല, പിന്നെ ഇത് മുത്തിയമ്മയുടെ പള്ളിയിൽ പോണതാ. എവിടെയായാലും മുത്തിയമ്മ മുത്തപ്പനൊക്കെ മാറ്റം. അവരെല്ലാം ഒന്നല്ലേ. കണിയടിക്ക് പോയിട്ടുള്ളത്. അമ്മയ്ക്ക് അമ്മ ഇവിടെ വരുന്ന സമയത്തൊന്നും കട എന്നാന്നൊന്നും അമ്മയ്ക്ക് അറിഞ്ഞു. ഇവിടെ കടയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പലചരക്ക് കടയൊന്നുമില്ല. ഇപ്പോഴല്ലേ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആയത്. ഒരു റബ്ബർ ഷീറ്റ് മേടിക്കുന്ന കടയുണ്ടായിരുന്നു. മില്ലുണ്ടായിരുന്നു. മില്ല് കൊച്ചു കണ്ണും പിടിച്ചു. അവിടെ കൊച്ചുണ്ടോ? ഞാൻ കണ്ടില്ല. നമ്മൾ ബൈക്ക് മേടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇനി വാങ്ങിക്കേണ്ട ജോമോൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജോമോൾക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാധനം എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ജോമോളുണ്ട് 1-2 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ കൊറവങ്ങാടിനടുത്ത് തന്നെയാണ് കേട്ടോ സ്ഥലം. കുരിയത്ത് തന്നെയാണ്. ഇവിടെ ഒരു വലിയ ഷോപ്പുണ്ട്, അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജോമോൾക്ക് ഇഷ്ടപ്പെട്ട ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. എന്തായാലും മുതലാളിനെ ഒന്ന് കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ മുതലാളി. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. നമ്മുടെ സാധനമല്ല, നമ്മുടെ സാധനം മേടിക്കാൻ വന്ന സാധനം. നമ്മുടെ എല്ലാവരുടെയും സാധനം. അതിന് നമ്മളെല്ലാവരുടെയും സാധനമാണ്. നല്ല വിലക്കുറവിലാണ് സാധനങ്ങളൊക്കെ നൽകുന്നത്. കുറവലങ്ങാട് കുരിയത്തുള്ള ഷോപ്പാണ് കേട്ടോ. നമ്മൾ കയറിക്കോ, അതോടെ കയറിക്കോ. പിന്നെ നോക്കിയോ. മടി നോക്കും. ലെമ്മനെ കൊണ്ട് നോക്കാം. കാണിക്കുന്ന കാണി നോക്കടാ പോയി മമ്മിയുടെ കൂടെ. സൗന്ദര്യം പുറത്തെ സൗന്ദര്യം നോക്കേണ്ട കാര്യമില്ല, അകത്തെ സൗന്ദര്യം നോക്കണം. ക്ലീനൊക്കെ ചെയ്യാനാണ്. അതിന് പോലെ തന്നെ അതിൽ റേറ്റ് വരുമ്പോൾ $29 വരുമ്പോൾ ടിപ്സ് വരുമ്പോൾ $32. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഫ്രീസർ നമുക്കൊന്ന് ആദ്യത്തെ കാര്യം, ഇതിൻ്റെ ഫ്രീസർ നമുക്ക് ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഫ്രീസർ സെക്ഷൻ നമുക്ക് താഴത്തെ ടെമ്പറേച്ചർ പോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമുക്ക് അകത്തെ ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ടെമ്പറേച്ചർ ഡിസ്പ്ലേ വരും.
അത് മതിയോ? അത് ഫ്രീസർ അടിയിലായിരുന്നു. സാവചാത്തിൻ്റെ ഇരിക്കുന്നത് അടിതാണ് മതി. എൽജിയാണോ? കമ്പനി ഏതാണെന്ന് അറിയത്തില്ല. കെയറായിരിക്കുന്നത് അങ്ങനത്തല്ല, അതാ നല്ല സ്റ്റീൽ അതെടുക്കണോ? അത് ഓർക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. ഞങ്ങളൊരു ഉടുപ്പ് തയ്പ്പിച്ച വിഷയമായി കൊണ്ട കൊടുക്കണതോ. പിന്നെ നമുക്ക് സുജാതനെ കാണാം. സുജാത അത്യാവശ്യം നല്ല മോഡലാണോ നോക്കുന്നത്? അത്യാവശ്യം ലാസ്റ്റ് അങ്ങനത്തെ മോഡലാണോ നോക്കുന്നത്? നല്ല മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡൽ അത്യാവശ്യം കുഴപ്പമില്ല. നല്ല മിക്സിയാണ്. സൗണ്ട് ഉണ്ടോ അതിന്? ഭയങ്കര സൗണ്ട്. അല്ല, ഫിലിപ്സിൻ്റെ ആണ് അതിന് സൗണ്ടില്ല. ഫിലിപ്സിൻ്റെ തന്നെയാണ് സൗണ്ട് കുറവുണ്ട് ഒത്തിരി. മോഡൽ മിക്സിയാണ്. ഇത് വിത്ത് യൂസർ വരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ഓട്ടമുള്ള മോഡലാണ് അവർക്ക് വരുന്നത്. ഏതാണെന്ന് നോക്ക്. ഇതാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് ജാറൊക്കെ ഉണ്ട്. ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ലിറ്റർ വരുന്നുണ്ട്. 3 ലിറ്ററിൻ്റെ 3 ആവശ്യങ്ങൾക്കുള്ള ഇതായിരുന്നു. ഇതിനകത്ത് 3 ലിറ്റർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ്. എല്ലാം യൂസറൊക്കെ വരുന്നുണ്ട്. ക്വാളിറ്റി എല്ലാം കട്ടിയിട്ട് വരുന്നത്. റേറ്റ് കുറച്ച് കൂടുതലാണ്. ലാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 8 ഓഫറെല്ലാം കഴിയുന്നത്. അതൊക്കെ നല്ല സാധനം. ഇത് 75 വാട്ട്സ് വരുന്നതാണ്. ഒരു ബ്ലേഡ് എക്സ്ട്രാ വരുന്നത് പൗണ്ടിങ് ബ്ലേഡ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പണ്ട് കല്ല ചതച്ചെടുക്കില്ല, ഇതിങ്ങനെ ചതക്കത്തില്ല. ആ ഒരു സെയിം എഫക്റ്റിൽ നമുക്ക് ഗരം മസാല നമുക്ക് ചതച്ചെടുക്കാം. രസം പൗഡർ, ഗരം മസാല, ഡ്രൈ മസാലയൊക്കെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഇത് ഫ്ലേവറോട് കിട്ടാം. ഒന്നുമില്ല. ബാ എരിവാ കാണിക്കും. പോറായില്ല കേട്ടോ. ഏതാ ഏതാ എടുത്തേക്കണേ? ഇതെന്നെ കാണാമെന്നാ. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനെ 17,000 മേളിൽ തൊട്ടാണ്. ഫ്രണ്ട് ലോഡിൻ്റെ വാഷിംഗ് മെഷീൻ ആയത് 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. ചുമ്മാ വെറുതെ കാശ് കളയാതെ ഉണ്ടായിരുന്നു. അവനെ ഫ്രിഡ്ജ് കാണിച്ചാ പോകാം. മടുത്തോ? പോകാം. എന്തോ കിടക്കുന്ന സ്ഥലമല്ലമ്മേ, ഇത് കിടക്കുന്ന സ്ഥലമല്ല. ഈ സാധനം കൂടെ വെക്കുന്ന സ്ഥലമാണ്. വീടല്ല കടയാ. കുരിയം കുറവലങ്ങാട്. കുര്യനാടല്ല, കുരിയം കുറവലങ്ങാട്. നമ്മളന്ന് ആൽവിൻ്റെ വീട്ടിൽ കൊടുത്തത് ഇത് സെറ്റ്. നീറാൻ തുടങ്ങി ചൂടിൻ്റെ മടുത്തെന്ന് തോന്നുന്നു. മോനുണ്ട്. വെള്ളം വേണോ? ഇവിടെ അവിടുത്തല്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്താ. ആ കപ്പും കൂടി എടുത്തോണ്ട് പോരെ. വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നതാ. ഇപ്പം നമ്മൾ വന്നില്ലേ മേടിക്കാൻ, അതുപോലെ ആൾക്കാർ വരും. വിൽപ്പനയുണ്ട്. വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോകണ്ടെന്ന്. അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കത്തേ ഉള്ളൂ, ഇരിക്കത്തൊന്നുമില്ല. ആ, ഇവിടെ ഇരുന്നാൽ മതി. ഒരു ബിസിനസ്സാണ്. ഇത് ആർക്കാ? ആ, ഇവിടെ ബിസിനസ്സാ.
അത് കണ്ടം പോലത്തെ ഒരു സ്ഥലമാണ്, പറമ്പത്. വേണ്ടെന്ന് ഇവിടെ ഇരുന്നാ മതി, അവിടം വരെ നടക്കണ്ട. അവിടം വരെ നടക്കണ്ട, വേണ്ട, ഇവിടെ ഇരുന്നാ മതി. അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ ഇരുന്നാ മതിയെന്നേ. അവിടെ ഉണ്ട്, അവരവിടെ ഇരിക്കുക, അങ്ങോട്ട് പോകണ്ട. അത് ആരാണ്ട് അതിൽ കൂടെ പോയതല്ലേ, അത് പോവാം. ഇവിടെ ഇരുന്നാ മതി, അങ്ങോട്ടൊന്നും പോകണ്ട, അങ്ങോട്ട് പോകണ്ട. പപ്പായില്ലേ അവിടെ ബില്ല് ശരിയാക്കുക. അവിടെ ഇരിക്കുന്നു. ആ പോകാം പോകാം. ആ പപ്പ വരും ഇപ്പൊ തന്നെ. അമ്മേ, ജോമോൾക്ക് ഒരു ഫ്രിഡ്ജ് വേണമെന്നും പറഞ്ഞ് അപ്പൊ എല്ലാരും പറഞ്ഞു ജോമോൾക്ക് ഇഷ്ടമുള്ള ഇനി മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഫ്രിഡ്ജ് കേടായി, ചീത്ത ഫ്രിഡ്ജായിരുന്നു. വിവാന്റെ പ്രായമുണ്ട് ആ ഫ്രിഡ്ജിന്, അതിന് സൗകര്യങ്ങളും ഇല്ല. ജോമോൾക്ക് ഫ്രിഡ്ജ് നമ്മുടെ ഫ്രിഡ്ജില്ലേ? ആ വേണ്ട ഫ്രിഡ്ജൊക്കെ. പിന്നെ അതൊക്കെ അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കും. ആ പ്രവർത്തിക്കണം, നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല അല്ലേ? ആഡംബരത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, അത്യാവശ്യമുള്ള കാര്യമാണ്. ആ അതുകൊണ്ടാ നിത്യോപയോഗ സാധനം. അപ്പൊ നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ, അമ്മയുടെ ചിലവില് കേട്ടോ. അമ്മേനെ ഞാനല്ലേ നോക്കുന്നേ, അമ്മയുടെ ചെലവൊന്നും കൂട്ടണ്ട. അതെ അതെ. അപ്പൊ നമുക്ക് പോകാന്നാ, അവര് ഉച്ച കഴിയുമ്പോഴത്തേനും അവിടെ എത്തിച്ചേരുന്നാ. ശരി തണ്ണിമത്തം മേടിക്കണം, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നാ പോകാമേ. അതൊക്കെ എടുത്താൽ അത് മിക്സി എടുത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജ് വരുമ്പോൾ എടുത്താൽ മതി. ഫ്രിഡ്ജ് അവിടെ നിന്ന് നോക്കാനല്ലോ, എടുത്താൽ പോയി. അതിനകത്തുള്ള സാധനമൊക്കെ എടുത്ത് മാറിക്കോണം. പാപ്പാ മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ മഴയൊന്നും പെയ്യും. അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം ജോമോൾക്കുള്ള ഫ്രിഡ്ജും മിക്സിയും മേടിച്ചു. വീട്ടിലേക്കുള്ള സാധനമാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതൊരു മെയിൻ്റനൻസ് കേസാണ്. മെയിൻ്റനൻസ് വരുമ്പോഴത്തേനാണ് കാശാകുന്നത്. അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് മെയിൻ്റനൻസ് വരുമ്പോഴേ കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേനാണ് പൈസ കൂടാന്ന്. അത് ഒരിക്കലും ആ പുള്ളി പറയാ ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡിന് 7 വർഷം വരെ ഉള്ളു ഗ്യാരണ്ടി ഉള്ളത്. അതൊന്നും എനിക്കത്തില്ല. 7 വർഷം കഴിഞ്ഞാൽ അതേ പണിയാൻ പോകരുതെന്ന്. പക്ഷെ ടോപ്പ് ലോഡ് കേട് വരികയല്ലെന്ന് അതറിയാം. ടോപ്പ് ലോഡ് ഇങ്ങനെ കേട് വരുന്നില്ലല്ലോ, ഒരു വീട്ടിലും അങ്ങനെ കേടില്ല. ടോപ്പ് ലോഡ് അതിൽ മറ്റേ സാധാരണ വാഷിംഗ് മെഷീൻ ഇല്ലേ നമ്മൾ കൈകൊണ്ട് കുറെ ചെയ്യുന്നത്, അതിന് ഒരു കേടുമില്ല. ഷൈബിയുടെ വീട്ടിൽ എത്ര വർഷങ്ങളായത് ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിന് ഒരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല. ഇനി എന്നായാലും ഇത് മേടിക്കണ്ട, ഫ്രണ്ടിലോട്ട് ഇനി മേടിക്കണ്ട, മതിയായി. അതുകൊണ്ട് നമ്മുടെ ഓട്ടോയാ അമ്മയ്ക്ക് സുഖം. ഇതൊക്കെ ഓട്ടോയോ സുഖം. ലോണായി കിടക്കുക. ഇങ്ങോട്ട് ഇറങ്ങുന്നുമില്ല, അങ്ങോട്ട് മാറ്റാൻ ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നു. ഇറങ്ങുമ്പോൾ ആള് വെള്ളം ചോദിക്കും. വീട്ടിലാണെങ്കിൽ വെള്ളവും വേണ്ട. എന്തുവാമേ നാക്ക് പറ്റുവാണെങ്കിൽ ചുമ്മാ തോന്നലാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ഇപ്പം കുടിച്ചതാ അവിടുന്ന് വെള്ളം ഞങ്ങൾ കൊടുത്തതാ. പിന്നെ അതന്നെ ഇരിക്കുന്നതിന് കുറച്ച് ട്രെയിനേഴ്സ് വേണം. ചിന്തിച്ച് വെള്ളമൊക്കെ വിട്ടു പോവാന്ന്. പുറത്തിറങ്ങുമ്പോ ചിന്തിയില്ല അല്ലേ? പുറത്തിറങ്ങുമ്പോഴോ കൂടുതൽ ചിന്തിക്കുന്നതോ?
പക്ഷെ ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്, പുറത്തിറങ്ങുമ്പോൾ ചിന്തിക്കുകയല്ല. പുറത്തെ ഓരോ കാഴ്ചയൊക്കെ ഉണ്ട്, അങ്ങ് പോകാൻ മേലെ. അതെ. അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. അയ്യോ എന്നെ എഴുതിയേക്കുന്നത് ഷോ. ഞാൻ എണീറ്റപ്പോ എന്തോ വേണ്ട വേണ്ട വേണ്ട, ഇതല്ലേ ഇരിക്കാറുണ്ട്. മോളോട് ഇരുന്നു. അമ്മ എന്താ പറയുന്നത്? വസ്ത്രം വസ്ത്രം ഉടുത്തിട്ടാണോ എന്നതാ വസ്ത്രം ഉടുത്തിട്ടാണോ എപ്പോഴും വസ്ത്രം ഉടുക്കാതെയാണോ അമ്മ നടന്നുകൊണ്ടിരുന്നത്? ആണോ? പിന്നെ എത്ര വർഷങ്ങളായി അവളിന്ന് രാവിലെ ഏറ്റപ്പോഴും വിലങ്ങിയതാന്നു. വിലങ്ങീന്ന് ഇവിടെ കണ്ടു. ആ അതെ, വിളിച്ചേപ്പിച്ചപ്പോഴുണ്ടല്ലോ വഴക്ക് പറഞ്ഞ വിളിച്ചേപ്പിച്ചപ്പോ ചാടി എണീറ്റതാ. കൊറേ താമസിച്ച്. ആ ഉടുപ്പേ ശരിയല്ല. ഏതെടുപ്പ്? അവിടെ ഒരു വെള്ള ഉടുപ്പ് തയ്പ്പിക്കാൻ തന്നില്ലായിരുന്നു. ഒന്ന് വെയിലടിക്കുമ്പോഴെങ്ങനെയാവുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനൊക്കെ എന്നതായിരുന്നു ചൂടിന്റെ ഇവിടുത്തെ ചൂടിന്റെ തണ്ണിമത്തം അപ്പുറത്തെ കട അവിടെ എങ്ങാണ്ട ചെരുപ്പ്. ഈ ഏരിയയിലെങ്ങാണ്ട അത് അപ്പുറത്തെങ്ങാണ്ടോ. ആ അത് തന്നെ. നീ ഇവിടെ നോക്കണേ, നിനക്ക് ഇഷ്ടമുള്ളതുണ്ടോന്ന്. നല്ല കടയാ. നല്ല വെയിലാ, പെട്ടെന്ന് വാ. നല്ല ചൂടാ അവിടെ, ഭയങ്കര ചൂടാ. നമ്മള് ചെരുപ്പ് മേടിക്കാൻ. അമ്മയ്ക്ക് ചെരുപ്പ് വേണ്ടേ? നിർബന്ധമൊന്നുമില്ല, ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇവിടെ ഇരുന്നോ. എന്നാ പറ്റി? ശ്വാസം എടുക്കത്തില്ലേ? ഓ, നമുക്ക് പുറത്തിറക്കി കഴിയുമ്പോൾ തോന്നണല്ലേ? പുറത്തിറക്കി കഴിയുമ്പോൾ ഇങ്ങനെ തോന്നണല്ലേ? നമ്മൾ വണ്ടിയല്ലേ പോണേ? വണ്ടിയല്ലേ വേണം, അവന് പഠിക്കാനൊന്നുമില്ല. വണ്ടിയിലല്ലേ പോകുന്നേ? വണ്ടി ആണോ? പിന്നെ നടന്നു പോകണാണോ ഇഷ്ടം? നടന്നു പോകുന്നതാണോ ഇഷ്ടം? പണ്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നവരെ അല്ലേ? ആ തെന്നോടി, തെന്നലുണ്ടാകുമോ? നടക്കുമ്പോൾ തെറ്റരുത്. വെള്ളം പറ്റിയാലൊന്നും, വെള്ളം പറ്റിയ തെന്നരുത് അല്ലേ? പാകല്ലേ? കറക്റ്റാ. ഈ വേറെ ഒരെണ്ണം കൂടെ കൊണ്ടുവരാവേ, നോക്കിയിട്ടിടാം. വേറെ ഒന്നുമില്ല. അങ്ങനെ ചെരുപ്പ് വേണ്ടേ? ഒരു ചെരുപ്പ് മതിയാ? അകത്തും പുറത്തും ഇടാൻ വേണ്ടേ? നേരത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്ന, അത് പൊട്ടിപ്പോയിട്ട് പിന്നെ അമ്മ മേടിപ്പിക്കില്ല. എന്നിട്ട് നമ്മൾ വെയിലത്തല്ല, നമ്മൾ അകത്തല്ലേ ഇരിക്കുന്നത്. നമ്മൾ മുറിക്കകത്തല്ലേ ഇരിക്കണേ, പിന്നെ എന്നാ? നമ്മൾ മുറിക്കകത്തല്ലേ ഇരിക്കണേ, പിന്നെ എന്നാ വെയിൽ തെളിഞ്ഞെന്ന് വെച്ചേ? മുറിക്കകത്തല്ലേ ഇരിക്കുന്നേ, വെയിൽ പുറത്തല്ലേ? വെയിൽ പുറത്തല്ലേ, അതിന് നമുക്ക് തന്നെ വിവാൻ അതിനകത്തിരിക്കുക, വണ്ടിക്കകത്ത്. നല്ല ഇരിപ്പല്ലേ? ഇത് നല്ലതല്ലേ? ആ ടൈപ്പല്ലേ ഇത് കിടക്കുന്നത്? കാല കിടക്കുന്ന ടൈപ്പ് അതല്ലേ? അതുകൂടെ വേറെ മാറ്റി പഴയത് വേറെ മോഡലില്ലേ? അതുകൊണ്ടാണ് നമുക്ക് വീട്ടിലിടാനല്ലേ? ആ വീട്ടിലിടാൻ നോക്കണം, നമുക്ക് വീട്ടിലിടാൻ കൊണ്ടുപോകണം. അത് നമുക്ക് വണ്ടിക്കകത്ത് എടുത്തോണ്ട് പോവാം. വണ്ടിക്കകത്തേ കൂടിനകത്ത് എടുത്ത് വണ്ടിക്കകത്ത് ഇട്ടുകൊണ്ട് പോവാം. വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ആ വണ്ടിയാ, അതല്ലേ നമ്മൾ വന്നേ. ആ വണ്ടിയല്ലേ കൊണ്ടുപോകണേ. ഇത് അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇതൊന്നിട്ടെ, അത് ഊരിക്കേ. എന്നിട്ട് ഹീലുണ്ടോ? ഹീലില്ല. ഇതൊന്നിട്ടെ. കയറുന്നല്ലേ? തന്നെ പോവാ. അത് കറക്റ്റാ.
അത് മറ്റേ പറ്റ പഴയ ഈ ചെരുപ്പ് തന്നെയല്ലേ? നല്ലതല്ലേ? ആ ഇതിന്റെ കൂട്ടാ. ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാലെന്നാ ഏതാ ചോന? അതെടാ ചേ പാടാന്ന് എനിക്ക് തോന്നണേ അല്ലേ? ഇത് ചെറുതല്ലേ? കൊണ്ടുപോകാൻ നമുക്ക് എന്താ ഒരിക്കലും ഇവിടെ കട്ടിയുള്ള റബ്ബറല്ലേ ഇത്? അത് തെറ്റാ സാധ്യതയുണ്ട് കേട്ടോ പുറത്തിടുമ്പോഴേ. അത് നമുക്ക് എത്ര പോകാൻ തോന്നില്ല. അടി ഹാർഡായിട്ടുള്ള മതി. നമുക്ക് ആ കംഫർട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ആ അതാ കംഫർട്ട്. ആ ഇടാൻ എളുപ്പം. ഇത് ഇച്ചിരി ഇത് കൂടുതല. അതെടുത്താൽ മതി. അത് മതി. അതുപോലെ അമ്മക്ക് ഇഷ്ടം ഏതാ? അമ്മക്ക് ഇഷ്ടപ്പെട്ട ഏതാ? അത് അമ്മക്ക് രണ്ടാന്നുള്ള കാര്യം ഇഷ്ടപ്പെട്ടില്ല. ഇത് മതിയോ? മനസ്സിലായിട്ടില്ല. രണ്ട് ചെരുപ്പ് കിടക്കണേ. അത് കൊണ്ടുപോകാൻ ഇത് രണ്ട് ടൈപ്പ് കിടക്കണേ. കാല കിടക്കണേ രണ്ട് ടൈപ്പാ. ഇത് വേണോ അത് വേണോ? ആ കാലയിലെ വേണോ ഈ കാലയിലെ വേണോ ചെരുപ്പ്? അമ്മക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ടത്. അത് ഇച്ചിരി ഹീലുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് വേണോ ഇഷ്ടം അതാണോ ഇഷ്ടം? ആ കാലയിൽ നോക്കി. ആ പെട്ടെന്ന് പോകും. അത് ശരിയാ, ചെരുപ്പ് പെട്ടെന്ന് പോകും. ഇത് പെട്ടെന്ന് ആ കുഴപ്പമില്ല. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ അത് മറ്റേ കൂടെ ഇടിച്ച് എന്നെ വേണ്ട പുറകെ കിടക്കണം. അതായിട്ട് നോക്കി മറ്റേ നിന്ന് ഏറ്റു നിന്നേ. നണീറ്റ് നിന്നേ നോക്കട്ടെ. നല്ലതാണോ നോക്കട്ടെ. നടന്നേ. അതാ നല്ലത്. മതിയാ? അതുപോലെ അത് മതിയല്ലോ. കുഴപ്പമില്ലല്ലോ ചെരുപ്പ് കുഴപ്പമില്ലല്ലോ. ആ അപ്പം പിന്നെ അതിൽ തന്നെ എടുക്കാം. ഇതൊക്കെ എടുക്കും. ഇതൊരു കൂട്ടിനകത്തിട്ട് എടുത്തോ. അതെ ആ ചെരുപ്പ്. ആ അതിട്ടേക്കാം. മറ്റേ കൂട്ടിനകത്തിട്ടോ. ഒരു കവർ തന്നെ. ആണോ? നടക്കുമ്പോൾ ചെരുപ്പ് ഊരുവാണ്. അത് എണ്ണമയം ഉള്ളതുകൊണ്ടായിരിക്കും. അതിൻ്റെ പുറത്തൊരു എണ്ണമയം കാണും. നല്ലതല്ലേ അത്? നല്ലതല്ലേ? മടുത്തോ അതിനകത്തിരുന്ന് വേർത്തു. ഇന്ന് എ സി ഇട്ടിരിക്കാൻ പറ്റായിരുന്നോ? വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിരുന്നാൽ മതിയായിരുന്നല്ലോ കേട്ടോ. വിവാനേ വണ്ടിക്കകത്തിരുന്ന് വേർത്ത് പേറ്റ് പോന്നു. അടാതെ സ്റ്റാർട്ടാക്കി എ സി ഇട്ടിരുന്നാൽ പോരായിരുന്നോ? ആ അത് വീട്ടിൽ കൊണ്ടോ? അത് നമുക്ക് കൂട്ടിനകത്തിട്ടുണ്ട്. പോകാം. ചട്ടി മേടിക്കണേ. തൊമ്മന്റെ മത്തന്റെ കടന്ന് ചെറിയ വലുത് അവിടെ ഇരിക്കുന്നു. അത് പുറത്ത് പോകുമ്പോൾ ഇടാം. ഇത് നേറ്റിക്കിടാം. നേരത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലേ? ആ പുറത്തും പോകാനായിട്ടും പള്ളിയിൽ പോകാനായിട്ടും വീട്ടിടാനും ചെരുപ്പ് ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് പിന്നെ ഇടാൻ മേടിക്കുന്നല്ലേ അമ്മ? ഓ സമയമൊന്നും അധികമായില്ല. ഇപ്പം തന്നെ അല്ലേ നമ്മൾ ഉടനെ തന്നെ ചെല്ലും. എന്തോരം ഇല്ല ഇവിടെ നിന്ന് പെട്ടെന്ന് ഇല്ലേ? പിന്നെ വണ്ടിയല്ലേ നടന്നു പോകാൻ പറ്റുമോ? വണ്ടിയല്ലേ പോണേ? ആ അതിലേ പറഞ്ഞേ. അതുകൊണ്ട് നമ്മള് വണ്ടിയല്ലേ പോണേ. ദൂരം അമ്മേനെ കൊണ്ട് നടക്കാൻ പറ്റുമോ? ആ വണ്ടിയെ പോലും കയറി എന്നിട്ട് മേല. അതെ അല്ലേ? അപ്പോഴാ നടക്കുന്നത്. കുഴയുക. വല്ലപ്പോഴൊക്കെ ഒന്ന് പോണം വണ്ടിയില്. യോമനോട് ഒരാഴ്ചയിൽ ഒന്ന് വെച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകാന്ന് ചോദിക്കേ. പോണുണ്ടല്ലേ? ആണോ? ആ അത് ആൾക്കാർ വാങ്ങിക്കാൻ പറ്റുന്നവരാ. മേടിച്ച് കഴിക്കും. പൈസ കൊടുത്താൽ മതി. ആ ഓ അവിടെ ആരാ വിവരം അറിയിക്കാനുള്ള? പിള്ളേരൊക്കെ ഇവിടെയുണ്ട്. പിള്ളേർ രണ്ടും തണ്ട നിൽക്കും. വേറെ ഏതാ ഉള്ളേ? നീലുണ്ടോ? അതവക്ക് വീട്ടിലിടാ. പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴേ വീട്ടിൽ നമ്മൾ വണ്ടിയല്ലേ പോണേ? പിന്നെ അതിനകത്തിന് പോയോ? നടക്കത്തുമില്ല ഇരിക്കത്തുമില്ല അല്ലേ? പിന്നെ എന്നാ ഇപ്പം കടന്നു കഴിയുമ്പോഴാ സാറിയില്ല. രാത്രിയായ വീട്ടിൽ ചെല്ലുമെന്നോ? രാത്രി ഒന്നും ആവില്ല. സമയം 12 മണി ആയതേ ഉള്ളൂ.
12 മണി ആയതേ ഉള്ളൂ. ഞാനൊന്നും അതല്ല ഇടുന്നത്. ഇവിടെ നമ്മളില്ല. ചെല്ലുമ്പം 2 മണിക്കെങ്കിലും 2 മണിക്ക് മുമ്പ് ചെല്ലണം. പശുവിനെ കറക്കാനുള്ള അതിന് മുമ്പ് ചെല്ലണം. സമയമുണ്ട്. ആ സമയമുണ്ട്. പച്ചക്കറി മേടിക്കാൻ പറ്റും. അവിടെ ചട്ടി മേടിക്കണം. കോട്ടയത്ത് ചെല്ലുകയാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല അടിപൊളി ഈ സെറ്റ് സാധനം കിട്ടും അവിടെ. പൈസ മേടിച്ചു ഇങ്ങോട്ട് പിന്നെ ഓടി വരാൻ പറ്റത്തില്ല. എന്ത് പഴക്കൊല പഴക്കൊലയാ? ആ പച്ചക്കറി കടയല്ലേ? ഇവിടേക്ക് ഇതുപോലെ ഉണ്ടല്ലോ. നമ്മുടെ അവിടെ ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ അവിടെ എങ്ങനെയൊക്കെ ഉണ്ട്. 2, 3, 4, 5, 6, 7, 8, 10 ഉണ്ട്. 10 പഴക്കടകളുണ്ടോ? 10 സൈസിലുള്ള. ആ പഴക്കട അല്ലേ? ശരിയാ. വിവീനെ അവരോട് വേണ്ട പച്ചക്കറി ഒക്കെ പറക്കുന്നുണ്ട്. ഇനി എത്ര മൈലും ഉണ്ട് ഇവിടെ വീട്ടിലോട്ടോ? എത്ര കിലോ വീട്ടിൽ പോകണം? ഇവിടെ തന്നെ 5-6 കിലോമീറ്ററല്ലേ ഉള്ളൂ. 5-6 കിലോമീറ്ററേ ഉള്ളന്നേ. 5 5 5-6 5-6 കഷ്ടി. 3, 4, 5 കിലോമീറ്റർ ആണ്. രാത്രി ആവുമല്ലോ. അതിനകത്ത് അത്ര രാത്രിയാവുന്നതിനകത്തിനാ? രാത്രിയാവേണ്ട കാര്യമില്ലല്ലോ. ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് യാത്രയല്ലേ ഉള്ളൂ. പിന്നെങ്ങനെ രാത്രിയാവുന്നത്? വണ്ടി ഇങ്ങോട്ടല്ലേ? ആ വണ്ടി എൽസിയുടെ. ആ ശനി 5-ാം തീയതി വരികയല്ലേ? 5-ാം തീയതി വരെ ഈ വണ്ടിയുള്ളൂ. പിന്നെ നമ്മുടെ വണ്ടിയിലായി. 5-ാം തീയതി ഒരു വണ്ടി കൊണ്ട് പോയില്ലേ? ആ ഒരു 5-ാം തീയതി ഒന്ന് കൊണ്ടുപോകും. അതിനാ ശ്വാസം പോരിയത്. പിന്നെ മുട്ടിനൊന്നും കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങായിരുന്നിട്ടാ. പുറത്തിറക്കം ഇല്ലാത്തതുകൊണ്ടാ മുട്ടുന്നേ. സ്ഥിരമായിട്ട് പുറത്തിറങ്ങിയാൽ മുട്ടലൊന്നും ഉണ്ടായില്ല. ആ വാഴക്കൊല വിൽക്കാനല്ലേ? പിന്നെ ആ കുഞ്ഞു കായും. അതേന്നേ അത് നാടൻ കൊലയായിരിക്കും. ആ ഞാൻ കണ്ടായിരുന്നു. ആ തൂക്കിയിട്ടേക്കുന്ന വാഴക്കൊലയില്ല. ആ ഒഴുക്കാൻ തുടങ്ങി. വാഴക്കൊലയല്ല അങ്ങോട്ട് അല്ലേ? വിലയൊക്കെ ആയിരിക്കും. ഇപ്പോൾ വിലയുണ്ട് പച്ചക്കറിക്കൊക്കെ. ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇച്ചിരി പച്ചക്കറിക്ക് വില കുറവാണ്. ഇപ്പം പച്ചക്കറിക്ക് ഇച്ചിരി വില കുറവുണ്ട്. ആ പഴത്തിനും പച്ചക്കറിക്കൊക്കെ ഇച്ചിരി കുറവുണ്ട്. എല്ലാ പഴത്തിനും ഇല്ല. സീസൺ ആയിക്കൊണ്ടിരിക്കുമല്ലേ? അക്ഷരങ്ങളല്ല, സാധനത്തിന്റെ വിലയായിരിക്കും. ആ അതാ സാധനത്തിന്റെ ഷർട്ടിന്റെ ഒക്കെ വില തൂക്കിയേക്കുന്ന. അതായത് ആ വിലയ്ക്ക് ആ ഷർട്ട് കിട്ടുമെന്ന്. 6 കൊലയൊന്നുമല്ല, അത് കൂടുതലുണ്ട്. 6 കൊല കൂടുതലുണ്ട്. മെനു നോക്കി. 6ഒന്നുമല്ല, 2, 4, 6 അപ്പുറത്തോട്ടുണ്ടല്ലോ. ആ നേരെ കാണുന്ന 6 അത് കഴിഞ്ഞ് ബാക്കി അപ്പുറത്തോട്ടും ഉണ്ട്. അത് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇത് എൽസിയുടെ വണ്ടി. എൽസിയുടെ. ആ അപ്പം നമ്മൾ ഫ്രിഡ്ജ് മേടിക്കാൻ പോകുന്നതല്ലേ? നമ്മുടെ മക്കളെല്ലാം പറഞ്ഞ് ജോമോൾക്ക് ഇഷ്ടപ്പെട്ട വേണം ഇനി മേടിക്കാനെന്ന് പറഞ്ഞു. നമ്മൾ ബൈക്ക് മേടിച്ചപ്പം എല്ലാവരും പറഞ്ഞ് ജോമോൾക്ക് ഇനി വേണ്ടത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ജോമോൾക്ക് ഇനി വേണ്ടത് ഫ്രിഡ്ജും മിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ആ നമ്മൾ ബൈക്ക് മേടിച്ചില്ലായിരുന്നു. അപ്പം അത് മേടിക്കാനായിട്ട് നമ്മൾ പോന്നതാ. ആ ആശൊക്കെ ആയി. മേടിച്ചോ? പച്ചക്കറി മേടിച്ചില്ല കേട്ടോ. അതിനാ പൈസ തികഞ്ഞില്ല. പോരായിരുന്നു. ഉള്ള പച്ചക്കറി കൊണ്ടൊക്കെ കൂട്ടായപ്പോ 2 ദിവസത്തേക്ക്. ഞാൻ കുറച്ച് മാംഗോ മേടിക്കണം എന്ന് പറഞ്ഞാൽ അതും മേടിച്ചു. മാങ്ങോ ഇന്നിപ്പോ അധികം ദിനായിരിക്കുന്നില്ല. മാങ്ങോ മേടിച്ച് പോകാം. പോകണ്ടേ ഇപ്പം? എന്നാ പോകാം. ഉപ്പ് കൂടെ മേടിക്കാനുണ്ടേ. അമ്മ ചട്ടി മേടിക്കണ്ടേ? ചട്ടി. എന്നാ പിന്നെ അവിടെ മത്തന്റെ അടുത്ത് കയറണ്ടേ? എന്നാ അവിടെ നിന്ന് പച്ചക്കറി മേടിക്കാം. ഇച്ചിരി എന്തെങ്കിലും മേടിച്ചാൽ മതി. എല്ലാം ഉണ്ട്, ഇരിപ്പുണ്ട്. 2 കൂട്ടം വല്ലതും മേടിച്ചാൽ മതി. മീനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പച്ചക്കറിക്ക് ചെലവ് കുറയും. അമ്മയ്ക്ക് മനസ്സിലായില്ലായിരുന്നോ? അവരുടെ മുഖം കാണിക്കണം അമ്മേനെ. നോക്ക് മടുത്തിരിക്കുക. ഇവന്റെ മൂക്കിനൊരു വളവുണ്ടല്ലേ? എല്ലാവരുടെ മൂക്കിനൊരു വളവുണ്ട് ഇവിടെ. കപ്പയും പിന്നെ പറമ്പല്ലേ അമ്മേ? കപ്പയൊക്കെ കാണിയല്ലേ? കപ്പയൊന്നും ആർക്കും വേണ്ട. കപ്പയൊന്നും ആരും തിന്നുന്നില്ല. അവരാ കപ്പ ഉണക്കോ ചെയ്ത് കേട്ടോ. വലിയ മെച്ചമൊന്നുമില്ല. ഇനി ഒന്നും ചെയ്യുന്നില്ലെന്ന്. കപ്പ ഇടുന്നില്ല, വാഴയും വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ലെന്ന്.
സ്ഥലം വിൽക്കാൻ പോവാന്ന്. ഇടയ്ക്കായി വരുമ്പോഴത്തേനേ ഇച്ചൊക്കെ തിന്നും. അയ്യോ ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ആപ്പിള് അവിടത്തെ പോലെ പോയി മേടിക്കും. ഞാൻ വരുന്നില്ല കേട്ടോ. എലിക്കുട്ടി മടുത്തോ? എലിക്കുട്ടി പിന്നെ മടുത്തോ? അടുത്തു ഇത്ര എരിപ്പില്ലേ മോളെ. ശരിയാ. ഒരു പണിയെടുത്തു, ഓരോ നാട്ടൊരു പണിയെടുത്ത എത്ര സമാധാനം. എനിക്ക് അതാ തെങ്ങിന്റെ പൊക്കം വരും കയറി. അതേ വല്ലതും കായ ഉണ്ടാവോ? ഇല്ല. തണൽ നമ്മുടെ ഭംഗിക്ക് നടത്തണ ഭംഗി കാണാൻ വേണ്ടി. എന്നാ കായ? അത് ശരിക്കും ഇതല്ലേ മാവെന്തോ അല്ലേ ഇത്? ആ സാധനം അങ്ങനെയാണോ? അത് പക്ഷെ മാവാന്ന് ആരാണ്ട് പറഞ്ഞു. ഈ സാധനം അതിന്റെയൊക്കെ ഒരു പൊക്കം. അല്ല ഈ ചെടിയില്ലേ ഈ സംഭവം ഈ നിക്കുന്നേ? അത് മാവൊന്നുമല്ല, പോകും മാവ് അങ്ങനെയാണ്. മാവ് പോലെ മുകളിലോട്ട് പോകും. പിന്നെ അതെന്ത് ചോയ്ക്ക് കടയൊന്നുമല്ല. കടയൊന്നുമല്ല, ഇവിടെ പച്ചക്കറി മേടിക്കാവുന്ന. സത്യന്റെ പേരണോ? സ്ഥലത്തിലൊരു കുറവലങ്ങാട് കോഴക്കൊള്ളി കൂടെ ആരാ കൊച്ച എടുക്കണേ? എനിക്ക് വണ്ടിയിലോട്ട് വെച്ചോ? വണ്ടിയല്ലേ ഇരിക്കുന്നേ. മോളെ കണ്ടപ്പോ എലിക്കുട്ടിക്ക് ചിരി വന്നല്ലോ. ഇത് എന്നാ കുറവേ? ചട്ടി മേടിക്കാൻ പോയി. ചട്ടി പച്ചക്കറി നടാനിരിക്കും. കട്ടിയോ? കട്ടിയല്ല ചട്ടി. ചട്ടിയോ? ഓ കറി വെക്കാനുള്ള മറ്റേ ചട്ടിയല്ലോ. കറി വെക്കാനുള്ള ചട്ടിയല്ലേ? എത്രയോ വർഷങ്ങൾ കൂടെ ഈ സ്ഥലം കാണുന്നത്. ഈ സ്ഥലോ? നമ്മൾ ഒരിടയ്ക്ക് ഇതിലെ കൂടെ പോയായിരുന്നല്ലോ. ഒരിടയ്ക്ക് നമ്മൾ ഇതിലെ കൂടെ പോയായിരുന്നല്ലോ. ഇങ്ങോട്ടൊന്നും പോന്നിട്ടില്ല. ഇപ്പൊ പോയാൽ തന്നെ ഒരു ദിവസം കൊണ്ട് വീട്ടിൽ വരികയല്ലേ. അത് വേറെ സ്ഥലം വഴിയാ പോകണം. അടയ്ക്കാൻ വരെ എല്ലാം പോയല്ലോ. എനിക്ക് അവിടെ നിന്ന് അത് പോയി. അത് വലുതായി വരുന്നേ ഉള്ളൂ. തിക്കി വെക്കണ്ട, അത് വെച്ചാൽ മതി. പോകാനുണ്ടോ? അമ്മച്ചി എന്ത് കാണിക്കും? അതവിടെ താഴെ വെച്ചേര്. അമ്മയുടെ അടുത്ത് വെച്ചേരി. അവിടെ വെച്ചോട്ടെ. അവിടെ വെച്ചേരി കേട്ടോ. വിവാൻ മടുത്തോ? അമ്മച്ചി മടുത്തോന്ന് ചോദിക്കടാ. എലിക്കുട്ടി മടുത്തോ? ഞാൻ മടുത്തു. അമ്മ മടുത്തു. അതുകൊണ്ട് വിവാനോട് വണ്ടിയെ പോക്കില്ലാത്ത ഞാൻ ഇനി സമയം എടുക്കോ? കിട്ടി. ഒടുക്കത്തെ വെയിലോട്ടെ. കോട്ടയത്ത് രക്ഷയില്ല. പത്തനംതിട്ട തന്നെ ഭേദം. ഭയങ്കര ചൂടാ ഇവിടെ. അയ്യോ കരിഞ്ഞു ഒരു നിമിഷം വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് വീട്ടിച്ചല്ലോ. 1 മണിക്കൂറൊന്നും വേണ്ട. മാവ് ഇഷ്ടം പോലെ പല സൈസിലുള്ളത്. മാങ്ങ ഉണ്ടോന്ന് അറിയത്തില്ല. മാങ്ങയുണ്ടോ? ഈ വർഷം മാങ്ങയുണ്ട്. എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കി തന്നെ. അല്ലേ മമ്മിയാണ് ഞാൻ പറയാം. മമ്മി എല്ലാം ആക്കും. ഒരു സാധനം ഉണ്ടാക്കി തരത്തില്ല മമ്മി. അമ്മയുടെ മോനായിരുന്നു ഇപ്പൊ എല്ലാം എന്തൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുത്തേനെ. ഒരു മോനെ വന്ന് ഹോസ്റ്റലിൽ നിന്ന് കേട്ടോ. അപ്പൊ തിരിച്ചു വരുമ്പോ കാണാം അവിടെയുള്ള ടേബിള് മൊത്തം നിറഞ്ഞിരിക്കും എല്ലാവരും. ഞാൻ വരുമ്പോ ഒരു സാധനം ഉണ്ടാക്കി തരത്തില്ല. ഇനിയിപ്പൊ ആ ഡയലോഗ് കേൾക്കണം. നല്ല ഉണ്ടാക്കി തന്നെ തിന്നണമെങ്കിൽ. നല്ലത് ഉണ്ടാക്കി തന്നെ അപ്പൊ തിന്നും. നല്ലതൊന്നും ഉണ്ടാക്കി. ഞാൻ വരുമ്പോ വേണ്ട ഒരുമാതിരി പട്ടിണി കിടക്കുന്ന പോലത്തെ വീടാ. ഞാൻ 2 ദിവസം വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ വന്നാൽ എനിക്ക് തിന്നാൻ പറ്റിയ ഒരു സമയവും കാണത്തില്ല. അല്ലാതെ വല്ല സ്റ്റഡിയിലും വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല വീട്ടില്. പറയായിരിക്കും ഒന്നും ഉണ്ടാക്കി തരത്തില്ല. അത് സത്യം അതുകൊണ്ടല്ലേ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും പറയാൻ വയ്യ. എനിക്ക് മര്യാദയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തന്നു. എനിക്ക് അത്ര ഞാൻ തിന്നും. ആ എനിക്കൊരു സാധനം ഉണ്ടാക്കി തരത്തില്ല. മകനെങ്ങാനും വല്ല ഹോസ്റ്റലിൽ പോകണം. അപ്പൊ കാണണം. എന്റെ കൊച്ചു കോലം കിട്ടുപോയി. എന്റെ കൊച്ചിനെ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നത്. എലിക്കുട്ടിക്ക് ചിരിയായിരുന്നു. എലിക്കുട്ടി അങ്ങനെയാ. ഒരു പഞ്ചാര മോനുണ്ട് അല്ലേ എലിക്കുട്ടി? എലിക്കുട്ടിക്ക് അങ്ങനെയില്ലേ ഒരു മോൻ? 2-3 മക്കളുണ്ട്. ഉണ്ടോ? പിന്നെ സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേരെന്താ? കുറവലങ്ങാട്. കുരിയ.
നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടല്ലോ, ഞാൻ എന്തിനാ എല്ലാവരുടെ വീട്ടിലോട്ട് ചക്ക കൊണ്ടുപോകും. ചക്ക വെട്ടാൻ കിടക്കണം, എന്തെല്ലാം പണി കിടക്കണം. ഒരു ലോഡ് ചക്കയുണ്ട്. കണി പിടിക്കുകയായിരുന്നു. ജോമോളൊക്കെയുള്ള പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്നത്തെ പണി പശു കറവയാണ്. ഇതാണോ വീട്? ഇതാണോ അമ്മേ വീട്? വീടെത്തിയോ? വീടെത്തിയോ? നമ്മുടെ വീടാണോ? അവരുടനെ ഫ്രിഡ്ജുമായിട്ട് വരും. ഉച്ച കഴിയുമ്പോഴത്തേനെ ഫ്രിഡ്ജുമായിട്ട് വരും. അത് മാറുമോ നമ്മൾ? ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജ്, മിക്സിയും ഫ്രിഡ്ജും. ആ, നമ്മൾ മേടിച്ചില്ലേ, പുതിയത് മേടിച്ച് അത് മാറ്റുക. അതിനകത്തൊന്നും കൊള്ളുന്നില്ലെന്ന്. ആ, അത് മാറ്റുവാണ്. ആടെ ഇരിക്കണം, പുറത്തുണ്ടല്ലോ. ആ, പെണ്ണാണോ? ആണോ? അപ്പം നമ്മുടെ മിക്സിയും ഫ്രിഡ്ജും കൊണ്ട് വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞ് ഓണാക്കത്തുള്ളൂ. ആ സ്റ്റിക്കറെല്ലാം പൊളിക്കുകയാണ്. ഇതിനകത്ത് ഇത്തിരി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കംപ്ലൈൻറ്റ് വല്ലതും കൊണ്ട് ചെക്ക് ചെയ്യാനായിരിക്കും. എഗ്ഗൊക്കെ കാണണോ? ഐസ് ഉണ്ടാക്കണം അല്ലേ? ഇഷ്ടം അല്ലേ? അതിന് എൻ്റെ ബുക്ക്ലെറ്റ് എടുത്ത് വായിച്ചു നോക്കിയാണ്. എൻ്റെ ഇത് ബുക്ക്ലെറ്റ് ഉണ്ട്, അതിങ്ങെടുക്ക്. അത് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരിക്കും. ഒട്ടിയിടാ വരികയായിരിക്കും. ഇവിടെ പൊളിക്ക് ഓരോന്ന്. അത് മിക്സി. ആ, അരയ്ക്കുന്നേ അരിയൊക്കെ അരയ്ക്കുന്നില്ലേ? അരിയൊക്കെ അരയ്ക്കുന്ന മിക്സി. പിന്നെ ഇതുകൊണ്ടല്ലേ അരയ്ക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അരയ്ക്കുന്നത്? അരി ഇവിടെ പൊടികൾ കറിക്കെല്ലാം മിക്സ് ചെയ്യുന്ന സാധനം. അത് മിക്സി. ഇത് കണ്ടില്ലേ, പടം കണ്ടില്ലേ? മിക്സി. ആ, അരയ്ക്കുന്ന മിക്സി. ആ, അടുക്കളയിൽ അരയ്ക്കുന്ന മിക്സി. ആ, അത് തുറന്നു കഴിയുമ്പോഴത്തേനും അത് പാക്ക് ചെയ്തിരിക്കുന്നുണ്ടാ. അങ്ങനെ ഭയങ്കര. ഇതാണ് വാങ്ങിച്ചിരിക്കുന്ന സാധനം. ഓണാക്കണമെങ്കിൽ 2.5 മണിക്കൂർ കഴിയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രഷ് പീസാണ്. അതുകൊണ്ട് നമ്മൾ ഓണാക്കിയിട്ടില്ല. അതുകൊണ്ട് ടെക്നോളജിയൊക്കെ ഉള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.